بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസല്ലി വസല്ലമു അലാ ഖാതമി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതളറഊൻ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, യഥാർത്ഥത്തിൽ നാം കുറച്ച് ദിവസമായി മഹാപരീക്ഷണത്തിലൂടെ ലോകമാസകലം വിട്ടുകിടക്കുകയാണ്. വിശിഷ്യ മുസ്ലിം ലോകം പ്രത്യേകിച്ച് വിട്ടുകിടക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസത്തിൻ്റെ ഹജ്മ്, അത് എത്രമാത്രം വൈറ്റുള്ളതാണ് എന്നത് മനസ്സിലാക്കാത്തവർ വരെ കൂട്ടത്തിൽ കാണാറുണ്ട്. വളരെ മഹാ അപകടമാണ്. ആ അപകടത്തിലേക്ക് സൂചന നൽകിയായിരുന്നു ഇന്ന് മക്ക ഇമാം. അതുകൊണ്ട് തന്നെ നാം ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതും ഓർക്കേണ്ടതും നമ്മുടെ വീഴ്ച അകറ്റാൻ വേണ്ടി പരിശ്രമിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ നാം വളരെ പരിശ്രമിക്കേണ്ടതുമായൊരു ഭാഗമാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ, അല്ലെങ്കിൽ ലോകമാസകലം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ പ്രയാസം, ഈ പരീക്ഷണം, അത് എത്രമാത്രം ഭാരിച്ചതാണ്. ആ പരീക്ഷണം അത്രയും ഭാരിച്ചതാവാൻ എന്ത് കാരണമുണ്ടായി? ആ പരീക്ഷണത്തിൽ നിന്നിട്ട് മോചിക്കാൻ എന്താണ് മാർഗം നാം കൈക്കൊള്ളേണ്ടത്? ഇതൊക്കെ നാം ചിന്തിക്കേണ്ട ഭാഗമാണ്. തീർച്ചയായിട്ടും നാം അത് ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ പരീക്ഷണത്തിലൂടെ ഉദ്ദേശിച്ചതായ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നതല്ല. എന്താണ് അള്ളാഹു നമ്മിൽ നിന്നിട്ട് ഈ പരീക്ഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നാം അറിയാരൂപത്തിൽ പെട്ടെന്ന് നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്നതും അള്ളാഹു ചൊരിഞ്ഞു തന്നതുമായ ധാരാളം അനുഗ്രഹങ്ങൾ ഇഞ്ചിഞ്ചായി നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല മടക്കി വാങ്ങും പോലെ ആദ്യം ജമാഅത്ത് ഒഴിവാക്കാൻ നമുക്ക് നിർബന്ധിതാവസ്ഥയിൽ ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ ജുമാ വരെ ഒഴിവാക്കേണ്ടി വന്നു. മക്കയിലും മദീനയിലും ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാം കണ്ടനുഭവിച്ച ഒരു പ്രയാസമാണ് ഉംറ ചെയ്യാൻ. ഉംറയ്ക്ക് വരുന്നവർ ഉംറ ഉപേക്ഷിക്കുകയും ഉംറയ്ക്ക് വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. ലോകത്തിന് നാനാതുറകളിൽ നിന്നിട്ടും വരുന്നവർ ഉംറയ്ക്ക് വേണ്ടി വരുന്നത് നിന്നു എന്ന് മാത്രമല്ല, സൗദി അറേബ്യയുടെ അകത്തുള്ളവർക്ക് വരെ ഉംറ ചെയ്യാൻ സാധിക്കാതെ വന്നു. ഇതിൻ്റെ പിന്നിലെല്ലാം എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ വൈറസ് മാത്രമാണ് എന്ന് ചിലർക്ക് മറുപടി നൽകാൻ തോന്നും. അല്ല, വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ വിശാലമായ ശക്തി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഖാദിറാണ്, അവൻ മുഖ്തദിറാണ്, അവൻ ഖഹാറാണ്, അവൻ ജബ്ബാറാണ് എന്നൊക്കെ നാം പലപ്പോഴും അവൻ്റെ സിഫാത്തുകളിലൂടെ വായിക്കാറുണ്ട്. പക്ഷേ അവൻ്റെ ജബാബിറത്തും അവൻ്റെ ഖഹറൂത്തും അപ്രകാരം തന്നെ അവൻ്റെ ജബറൂത്തുമെല്ലാം നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വേദിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നാം ഈ പ്രയാസം സത്യവിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുക? സത്യവിശ്വാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുൽ വിശ്വാസമില്ലാത്തതുകൊണ്ടും പരലോകത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടും നാം എത്തുന്ന റിസൾട്ടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നതല്ല. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മുമ്പുള്ള ഉമ്മകളെ പരിശോധിച്ച രൂപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ശൈലി കേൾക്കുക. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, മുമ്പ് കഴിഞ്ഞു പോയതായ സമൂഹങ്ങളിലേക്ക് നാം മുർസലുകളെ അയച്ചു കൊടുത്തു.
ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതളറഊൻ. പക്ഷേ ആ മുർസലുകൾ ചെന്നതായ നാടുകളിലെല്ലാം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാതിരുന്നപ്പോൾ അള്ളാഹു പറയുന്നു, അവരെ നാം പല പല പ്രയാസങ്ങളെ കൊണ്ട് പരിശോധിക്കുകയുണ്ടായി. പല പല പ്രയാസങ്ങൾ, അക്കൂട്ടത്തിൽ പകർച്ചവ്യാധി ഉണ്ടായിരിക്കാം, ഭൂകമ്പമുണ്ടായിരിക്കാം, വെള്ളപ്പൊക്കമുണ്ടായിരിക്കാം, അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ പല കാലഘട്ടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെന്നോണം ഇറക്കാറുണ്ടായിരുന്നു. എന്നിട്ടോ ലഅല്ലഹും യതളറഊൻ, പക്ഷേ അള്ളാഹുവിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അവർ മടങ്ങട്ടെ, അള്ളാഹുവിലേക്ക് മടങ്ങട്ടെ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കട്ടെ, അള്ളാഹുവിന് കീഴടങ്ങട്ടെ, അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ മനസ്സിലാക്കട്ടെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമത്തം അംഗീകരിക്കട്ടെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അത് അള്ളാഹു ചെയ്തിരുന്നത്. ഫലൗല ഇദ് ജാഅഹും ബഅസുന, അള്ളാഹ് ചോദിക്കുന്നു, നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള പരീക്ഷണം അവരിലേക്ക് ചെന്നപ്പോൾ, അവരിലേക്ക് എത്തിയപ്പോൾ, ഫലൗല ഇദ് ജാഅഹും ബഅസുന, ആ അപകടം വരുന്ന സന്ദർഭത്തിൽ അവരെന്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങിയില്ല? അവരെന്തുകൊണ്ട് കേണപ്പഴിച്ചില്ല? അവരെന്തുകൊണ്ട് പാശ്ചാത്തപിച്ചില്ല? അവരെന്തുകൊണ്ട് കുറ്റം സമ്മതിച്ചില്ല? വലാകിൻ ഖസത്ത് ഖുലൂബുഹും, സംഭവിച്ചത് നേരെ വിപരീതമാണ്. അവരുടെ ഹൃദയം വളരെ കടുകട്ടിയുള്ള ഹൃദയമായി മാറി. ഫസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധിക്കാര മനസ്ഥിതിയും ക്രൂരകൃത്യങ്ങളും അത് നല്ലതാക്കി പിശാച് അവർ കാണിച്ചു കൊടുത്തു. അവരതിൽ തന്നെ തുടരുകയും ചെയ്തു. പറയും പോലെ റബ്ബ് അവർ ആ പരീക്ഷണത്തിലൂടെ അവർ പഠിക്കേണ്ട പാഠം പഠിച്ചില്ല, അള്ളാഹ് ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല എന്ന്. ഈ സംഭവം എന്തിനാണ് അള്ളാഹു ഖുർആനിലൂടെ നമ്മോടോതുന്നത്? നമുക്ക് അങ്ങനെയുള്ളതായ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അവർ കാട്ടിയതുപോലെ കാട്ടാതിരിക്കാനും, ഹൃദയം മരവിച്ച ഹൃദയമായി മാറാതിരിക്കുവാനും, അള്ളാഹുലേക്ക് നാം മടങ്ങുന്നവരായി മാറാനും വേണ്ടിയാണ് എന്നത് നാം മനസ്സിലാക്കണം. നോക്കുക, നമുക്ക് അള്ളാഹു നൽകിയതായ ഇപ്പോൾ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ പ്രയാസത്തിൻ്റെ കട്ടി എത്രമാത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഖേദിക്കാനും ദുഃഖിക്കാനും. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതൊക്കെ മനസ്സിലാക്കാനുള്ള സന്മനസ്സ് നമുക്കുണ്ടാവുകയുള്ളൂ. സഹോദരന്മാരെ, സഹോദരികളെ, വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നാം നോക്കുക, ഉദാഹരണത്തിന് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമ്മുടെ കുറ്റം, നമ്മുടെ വീഴ്ച നാം മനസ്സിലാക്കിയാലല്ലാതെ ആ വീഴ്ച കറ്റാൻ നമുക്കൊണ്ട് സാധിക്കുന്നതല്ലല്ലോ. ഇപ്പോൾ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ ആദ്യമായിട്ട് ജമാഅത്ത് നാം ഒഴിവാക്കണം എന്ന് ഈ വൈറസ് കാരണത്താൽ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഖ്യാപനം അനുസരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. എന്താണ് പ്രശ്നം? ജനങ്ങളോട് ഇടകലർന്നു കഴിഞ്ഞാൽ ആ പകർച്ചവ്യാധി നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. പ്രശ്നമില്ല, ഇസ്ലാം അത്തരം സന്ദർഭങ്ങളിലൊക്കെ അത്തരം കൺസേഷനും അത്തരം വിട്ടുവീഴ്ചകളൊക്കെ ഇസ്ലാം നൽകുന്നുണ്ട്. അതേസമയത്ത് നാം ചിന്തിക്കേണ്ടത് ഇതൊരു പരീക്ഷണമാണ് എന്ന രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ആ പരീക്ഷണത്തിൻ്റെ ആ കട്ടി, അള്ളാഹു നൂറുസ്സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമിയുടെ പ്രകാശമാണ്. അഥവാ ആകാശഭൂമിയിലുള്ളതായ എല്ലാ പ്രകാശത്തിൻ്റെ ഉടമ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആണ്. ആ പ്രകാശത്തെ വിവരിച്ച് അതേ സൂറത്തു നൂറിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവസാനമായിട്ട് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, ആ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമ്മുടെ ഹൃദയത്തിൽ നൽകിയതായ ഈമാനാകുന്ന പ്രകാശം, അതിൻ്റെ വികസനം, അതിൻ്റെ വളർച്ച അത് പള്ളിയിലൂടെ ഉണ്ടാവണം എന്ന ശൈലിയാണ് അല്ലാഹു ഖുർആൻ ഉപയോഗിച്ചത്. ഫീ ബുയൂത്തിൻ, പള്ളികളിലൂടെ. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് നാം പ്രഭാതത്തിൽ ഉണർന്നു പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസരി നൂറ വഫീ സമഈ നൂറ വഫീ ലിസാനി നൂറ വഅൻ യമീനി നൂറ വഅൻ ശിമാലി നൂറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബുഖാരിയിലും മറ്റും വന്നതായ ആ പ്രാർത്ഥന നാം ചെല്ലാറുണ്ട്. എന്താണ് അതിൽ നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്? എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വലത് ഭാഗത്ത്, എൻ്റെ ഇടത് ഭാഗത്ത്, എൻ്റെ ശരീരത്തിൽ ആസകലം, എൻ്റെ നാവിൽ എല്ലാം നീ പ്രകാശത്തെ, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ നാം കാംക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആ പ്രകാശമുള്ളതായ പള്ളിയിലേക്ക് നാം എത്തിക്കഴിഞ്ഞാൽ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ, അള്ളാഹുവിൻ്റെ ആ മുദ്രാവാക്യമാകുന്ന ബാങ്കും അതുപോലെ ദിക്റുള്ളയും അതുപോലെ നിസ്കാരവും എല്ലാം ഉയർത്തപ്പെടുന്നതായ ആ പള്ളിയിൽ ചെന്നുകൊണ്ട് ആ പ്രകാശത്തിൽ പങ്കാളിയാവാനുള്ളതായ ആ പ്രാധാന്യം നമുക്ക് ലഭിക്കുന്നു. ജമാഅത്തായിട്ട് പുരുഷന്മാർ അവിടെ ചെല്ലുമെന്ന ആയത്തിൻ്റെ സമാപനത്തിലുണ്ട്. അങ്ങനെയുള്ള ആ മഹാഭാഗ്യം നമ്മിൽ നിന്നിട്ട് തടയപ്പെട്ടു. അപ്പോൾ തന്നെ ആ നമസ്കാരം ജമാഅത്തോടുകൂടി നമസ്കരിച്ച് അത് ആസ്വദിച്ചതായ സത്യവിശ്വാസിക്ക് എത്ര വലിയ അപകടത്തിലാണ് നാം പെട്ടുപോയത്, എത്ര വലിയ പരീക്ഷണത്തിലാണ് നാം പെട്ടുപോയത്. ഈ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചത് വെറുതെയല്ല, നമ്മെ ഉണർത്താൻ വേണ്ടിയാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ
ചെറിയ ശിക്ഷകളെ കൊണ്ട് ഞാൻ നിങ്ങളെ ഭൂമിയിൽ വെച്ചിട്ട് ശിക്ഷിക്കും, പരിശോധിക്കും. എന്തിനാണ്? വലിയ വലിയ പരലോകത്തിൽ വരാൻ പോകുന്നതായ മഹാശിക്ഷയുണ്ടല്ലോ, ആ ഭയാനകമായ ശിക്ഷ. അതല്ല, പിന്നെയോ അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നാം ഇവിടെ ഇബ്തിലായിലാണ്, നാം ഇവിടെ പരീക്ഷണ ഹാളിലാണ്. പക്ഷേ ശരിയാണ് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ മുമ്പുള്ള ഉമ്മത്തുകൾക്കൊക്കെ ഇങ്ങനെയുള്ളതായ രോഗം, അത് താഊനാവട്ടെ, അതിപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കൊറോണയാവട്ടെ, അല്ലെങ്കിൽ ഏത് രോഗങ്ങളാവട്ടെ, അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു പണ്ടുള്ള കാലഘട്ടങ്ങളിൽ നൽകാറുള്ളത് ഞാൻ ഓതി വെച്ചതായ ആയത്തിൽ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതുപോലെ അത് പരീക്ഷണം മാത്രമായിരുന്നില്ല, മറിച്ച് അത് ശിക്ഷയും കൂടിയായിരുന്നു. അതേ സമയത്ത് ഉമ്മത്ത് മുഹമ്മദിന് യഥാർത്ഥത്തിൽ പരീക്ഷണത്തോടു കൂടി അത് റഹ്മത്ത് കൂടിയാണ് എന്ന സൂചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അതൊരു സന്തോഷ വാർത്തയാണ്. എത്രത്തോളം താഊന് സംഭവിച്ചതായ കാലഘട്ടത്തിൽ, അഥവാ പ്ലേഗ് രോഗം സംഭവിച്ചതായ കാലഘട്ടത്തിൽ, ആ പ്ലേഗ് രോഗം അനുഭവപ്പെടുന്നതായ നാട്ടിലേക്ക് പോകാൻ പാടില്ല എന്നതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനങ്ങളൊക്കെ ഇപ്പോൾ നാം നടപ്പാക്കുന്നു. അതിലൂടെ നാം ആ മുഅ്ജിസത്തും ആ അത്ഭുതങ്ങളും കാണുന്നു. അതൊക്കെ നാം പഠിക്കേണ്ട പാഠങ്ങളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വഹയിലൂടെ നൽകിയതായ ആ ആഹ്വാനങ്ങൾ നടപ്പാക്കുന്നവർക്ക് എത്ര കണ്ട് സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുമെന്നതിലേക്ക് തെളിവ് കൂടിയാണ് ആ സംഭവങ്ങളൊക്കെ. അതിൽപ്പെട്ടതാണ് കൈ ശുദ്ധീകരിക്കുക, അതിൽപ്പെട്ടതാണ് നഖം ശുദ്ധീകരിക്കുക, അതിൽപ്പെട്ടതാണ് നമ്മുടെ കൈയിൻ്റെ ബറാമിജ് വരെ അഥവാ അതിൻ്റെ ജോയിൻ്റ് വരെ ശുദ്ധീകരിക്കുക. നാം എല്ലാ സന്ദർഭത്തിലും രാവിലെ ഉണരുന്ന സമയത്ത് രാത്രി കിടക്കുമ്പോൾ നമ്മുടെ കൈ എവിടെ പോയി എന്ന് അറിയുകയില്ല എന്നതുകൊണ്ട് രാവിലെ ഉണർന്നാൽ ആദ്യമായിട്ട് രണ്ട് കൈയും ശുദ്ധീകരിക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. അങ്ങനെ ശുദ്ധീകരണം പഠിപ്പിച്ച ആ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ഇന്ന് ലോകാത്ഭുതമായി കാണുകയാണ് നാം. ലോകത്തിൽ പലരും ചൈന പോലത്തെ, ഇറ്റലിയ പോലത്തതായ, സ്പെയിൻ പോലത്തതായ നാടുകളിൽ, നാം ഇപ്പോൾ സംസാരിക്കുന്ന നാടാകുന്ന സൗദി അറേബ്യയിൽ ഖതീഫി എന്ന ആ ഏരിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹജർ സഹി എന്ന പേരിൽ ഒരു പ്രത്യേക ആ ജനങ്ങളുമായുള്ളതായ ടച്ചില്ലാതെ അവരെ ദൂരപ്പെടുത്തുക എന്ന, വിട്ടുനിർത്തുക എന്ന ഒരു പദ്ധതി അത് റസൂലുള്ളാഹി പണ്ട് പഠിപ്പിച്ചു വിട്ടതാണ്. റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, പകർച്ചവ്യാധി വരുന്ന സന്ദർഭത്തിൽ ആ പകർച്ചവ്യാധിയുള്ള സ്ഥലത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുത്. ആ സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അവിടുന്ന് നിങ്ങൾ സ്ഥലം വിടരുത്. ആ രൂപത്തിൽ നടപ്പാക്കപ്പെട്ടപ്പോൾ എണ്ണം, അഥവാ പകർച്ചവ്യാധിയുടെ അല്ലെങ്കിൽ കൊറോണയുടെ എണ്ണം വർദ്ധിക്കുന്നതിന് പകരം അത് കുറയാൻ ആരംഭിച്ചു എന്നത് പല നാട്ടുകാരും ഇപ്പോൾ സ്ഥിരീകരിച്ചു വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഇജാസാണ്, ആ അത്ഭുതമാണ്, ഈ ഇസ്ലാമിൻ്റെ അത്ഭുതമാണ് നാം ഈ സന്ദർഭത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിൽ നിർബന്ധമായി നാം പഠിക്കേണ്ട പാഠം എന്താണ്? ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞതായ നാം അള്ളാഹുവിലേക്ക് എത്താനുള്ളതായ ഒരു മാധ്യമം, നമ്മളിലുള്ള വീഴ്ചനകറ്റാനുള്ളതായ ഒരു മാധ്യമം, നാം ഈ കഴിഞ്ഞു പോയതായ കാലഘട്ടത്തിൽ ചെയ്തു പോയതായ ക്രൂര കൃത്യങ്ങളിൽ നിന്നിട്ട് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതായ സൂചന, അതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നൽകുന്നത് എന്നതാണ് മക്ക ഇമാം ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുതുബയിൽ മക്കയിലും മദീനയിലും ഇന്നത്തെ ദിവസത്തിൽ ഖുതുബയുണ്ടായിരുന്നു, അവിടെ നമസ്കാരം നടന്നിരുന്നു. പക്ഷേ പള്ളിയുടെ വാതിലുകളൊക്കെ പൊതുജനങ്ങൾ നിന്നിട്ട് മിക്ക ആ കൂട്ടമായിട്ട് ജനങ്ങൾ ചെല്ലുമ്പോൾ അപകടമുണ്ടാകും എന്നത് മനസ്സിലാക്കിയിട്ട് അതിനെ തടയപ്പെട്ടു എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. എങ്കിലും ജുമാ നിന്നിട്ടില്ല. ജുമാ മക്കയിലും നടന്നു, മദീനയിലും നടന്നു. മക്കയിൽ നടന്നതായ ജുമാ ഖുതുബയിൽ ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാതിൽ ബർരി വൽ ബഹരി തദ്ഊനഹു തളർറുഅൻ വഖുഫിയ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ എന്ന ആയത്ത് ഓതിയും കൊണ്ടാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത്. നിങ്ങൾ അവരോട് പറയുക, ആരാണ് നിങ്ങളെ രക്ഷിക്കുന്നത്? സമുദ്രത്തിലാവട്ടെ, കരയിലാവട്ടെ, കടലിലാവട്ടെ, ആ കരയിലും കടലിലുമുള്ളതായ ഇരുളടഞ്ഞ ഏത് മേഖലയിലാവട്ടെ, ഏത് മുക്കിലാവട്ടെ, മൂലയിലാവട്ടെ, അവിടെയെല്ലാം നിങ്ങൾക്ക് പ്രയാസം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് അത്തരം പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി ചോദിക്കുന്നു. ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. എന്നിട്ട് നിങ്ങൾ പറയുന്നു, ഞങ്ങളെ ഈ പരീക്ഷണത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നിനക്ക് നന്ദിയുള്ളവരായി മാറും റബ്ബേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഖുൽ, നിങ്ങൾ പ്രഖ്യാപിക്കൂ റസൂലേ, അല്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. നിങ്ങളെ എല്ലാ പ്രയാസത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുന്നതല്ല, ഒരു ഇഞ്ചക്ഷനോ സാധിക്കുന്നതല്ല, ഒരു മരുന്നിനോ സാധിക്കുന്നതല്ല, ഒരു വലിയനോ ഒരു നബിക്കോ ഒരു ജിന്നിനോ ഒരു മനുഷ്യനോ സാധിക്കുന്നതല്ല. അള്ളാഹു മാത്രമാണ് നിങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പ്രയാസത്തിൽ നിന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുക, നിങ്ങളെ മോചിപ്പിക്കുക.
അതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ശൈലിയാണ്. പക്ഷേ തുമ്മ അൻതും തുശ്രികൂൻ, സംഭവിക്കുന്ന നേരെ മറിച്ചാണ്. പാലം കടക്കോളം ഒന്ന്, പാലം കടന്നാൽ മറ്റൊന്ന് എന്ന് നമ്മുടെ നാട്ടുകാർ പറയാറുണ്ടല്ലോ, എന്നതുപോലെയാണ് സംഭവിക്കുന്നത്. കൊറോണ വരുന്ന സന്ദർഭത്തിൽ മാത്രം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കേണപേക്ഷിക്കുക, അല്ലെങ്കിൽ നമസ്കരിക്കുക, അല്ലെങ്കിൽ തൗബ ചെയ്യുക. അതേസമയത്ത് അതുപോലെയുള്ള പ്രയാസങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആൾ മാറുക, അത് ഒരിക്കലും മുസ്ലിങ്ങളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെ പാടുള്ളതല്ല എന്നത് മനസ്സിലാക്കി ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഇത്തരം പരീക്ഷണങ്ങൾ അനുഗ്രഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇങ്ങനെയുള്ള പ്രയാസം വരുന്ന സമയത്ത് ഒരാൾ സാബിറായി മുഹ്തസിബായി, അഥവാ അള്ളാഹുവിൽ നിന്നിട്ട് കൂലിയെ കാംക്ഷിച്ചുകൊണ്ട്, പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ, അവൻ അതിൽ മരണപ്പെടുകയാണെങ്കിൽ ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് താഊനിനെ കുറിച്ച്, പ്ലേഗ് രോഗത്തെക്കുറിച്ച് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പ്ലേഗ് രോഗം ഷാമിലുണ്ടായ സന്ദർഭത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഉണർത്താറുണ്ടായിരുന്നു. അവിടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ പ്രവചനം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഷാമിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അവിടെ കടന്നു വന്നുകൊണ്ട് പറയുകയുണ്ടായി, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ റസൂൽ എന്നിട്ട് കേട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും പ്ലേഗ് രോഗമുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല, എവിടെയെങ്കിലും പ്ലേഗ് രോഗമുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ സ്ഥലം വിടാനും പാടില്ല, അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ ആ റിപ്പോർട്ട് ചെയ്തതായ ഹദീസ് കേട്ട മാത്രയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തിരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അബൂ ഉബൈദത്തുൽ ജറാഹ് ചോദിച്ചു, ഫിറാറൻ മിൻ ഖദറില്ല, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്നിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണ് അമീർ അൽ മുഅ്മിനീൻ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ മഹാനായ അമീർ അൽ മുഅ്മിനീൻ മറുപടി നൽകിയത് എന്താണ്? ലാ, അങ്ങനെയല്ല സംഭവിക്കുന്നത്, ഇതൊക്കെ ബുഖാരിയിലാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? അഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാ, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്നിട്ട് അള്ളാഹുവിൻ്റെ ഖദറിലേക്ക് ഞാൻ ചലിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ ഇവിടെ നിങ്ങളുള്ളതായ മേഖലയിൽ, ഏരിയയിൽ താഊനുണ്ടാവണമെന്നതാണ്. പക്ഷേ അതേ അള്ളാഹുവിൻ്റെ ഖദർ തന്നെയാണ് താഊനുള്ള സ്ഥലത്തിലേക്ക് നാം പോകാൻ പാടില്ല, അവിടേക്ക് ചെല്ലുന്നതിൽ നിന്നിട്ട് നിങ്ങൾ മോചിക്കാൻ, അവരുമായി ഇടകലരാതിരിക്കാൻ പരിശ്രമിക്കണം എന്നതും അള്ളാഹുവിൻ്റെ ഖദറും തീരുമാനവും തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനയിലേക്ക് മടങ്ങുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് മക്ക ഇമാം പറഞ്ഞതുപോലെ നാം ഈ സന്ദർഭത്തിൽ അല്പ ക്ലാസ് നാം നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ മാത്രമുള്ള പരീക്ഷണമല്ല, ലോകമാസകലം പലയിടങ്ങളിലും നാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്നതായ മതപരമായ എല്ലാ നശാത്തുകളും, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ സേവനങ്ങളും ഇപ്പോൾ തൽക്കാലമായി നിന്നിരിക്കുകയാണ്. കാരണം ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട്. അതേ സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹു ചെയ്തതായ വലിയ അനുഗ്രഹമാണ് ആധുനിക മാധ്യമങ്ങൾ. നിങ്ങൾ എൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നു, ഒരുമിച്ച് കൂടാതെ തന്നെ അവരവരുടെ വീട്ടിലിരുന്ന് കേൾക്കാൻ സാധിക്കുന്നു. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ല, ജുമാ നമസ്കരിക്കാൻ പറ്റിയില്ല, പലരും ഫോൺ ചെയ്ത് ചോദിച്ച് ഞങ്ങൾ എന്ത് വേണമെന്ന്. നിങ്ങൾ ളുഹർ നമസ്കരിച്ചാൽ മതി, നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ളുഹർ നമസ്കരിച്ചാൽ മതി. സ്ഥിരമായി ജുമാ നമസ്കരിക്കുന്ന, സ്ഥിരമായി ജമാഅത്തായിട്ട് പള്ളിയിൽ പോകുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല, ഒരു നഷ്ടവുമില്ല. മറിച്ച് അവർക്ക് ജുമാ നമസ്കരിച്ച കൂലിയും കിട്ടും, ജമാഅത്തായിട്ട് നമസ്കരിച്ച കൂലിയും കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത നൽകിയതിൽപ്പെട്ടതാണ്. ആധാറുകൾ ഉള്ളതായ വ്യക്തികൾക്ക്, അഥവാ ഒഴിവ് കിഴിവ് ഇസ്ലാം നൽകിയതായ ആ ഒഴിവ് കിഴിവ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതിനു മുമ്പ് സ്ഥിരമായി അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതല്ല എന്ന സന്തോഷവാർത്ത അവർക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് നാം പ്രയാസപ്പെടേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കൺസേഷൻ അല്ലേ, നല്ല ചാൻസ് അല്ലേ, അതുകൊണ്ട് നാം സൗകര്യം പോലെ നിസ്കരിച്ച് കളയാം എന്ന് മനസ്സിലാക്കേണ്ടതല്ല. ഓരോ നമസ്കാരവും ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, കൃത്യമായ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരം ഇവിടെ ഇറക്കിയിട്ടുള്ളത് എന്ന അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ട്. ആ കൽപ്പന അനുസരിച്ചിട്ട് നാം എല്ലാ നമസ്കാരങ്ങളും അതിൻ്റെ ഏറ്റവും അഫ്ളലായ വഖ്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ, ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ, ബാങ്ക് വിളിയൊക്കെ നടക്കുന്നുണ്ടല്ലോ പള്ളികളിൽ, ആ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നാം നമ്മുടെ വീട്ടിൽ കഴിയുന്ന പരമാവധി വീട്ടുകാരോടൊപ്പം ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരുള്ളതായ നമസ്കാരത്തിൽ അവിടെ ബാങ്ക് ആദ്യം വിളിക്കണം, എന്നിട്ട് ഇഖാമത്ത് വിളിക്കണം, എന്നിട്ടാണ് നമസ്കാരം നടക്കേണ്ടത്. സ്ത്രീകൾ മാത്രമാണെങ്കിൽ സ്ത്രീകൾക്ക് ജമാഅത്തായിട്ട് നമസ്കാരം നല്ലതാണ്, അവർ നിസ്കരിക്കുമ്പോൾ ഇമാമ് മധ്യത്തിലാണ് നിൽക്കേണ്ടത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ബാങ്കും ഇഖാമത്തും അവർക്ക് നിർബന്ധമോ സുന്നത്തോ ഇല്ല. എന്നാൽ മക്ക ഇമാം
പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് അദ്ദേഹം ഓതുകയുണ്ടായി. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലും നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കലും അത് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകും എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന മുമ്പിൽ വെച്ചിട്ട് മക്ക ഇമാമ് പല പല പ്രാർത്ഥനകൾ പറഞ്ഞു തരികയുണ്ടായി, മുസ്ലിം ലോകത്തോട് ആഹ്വാനിക്കുകയുണ്ടായി. കാരണം ഡോക്ടർ ഉസാമ ഇന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ സാധാരണ ഉള്ളതുപോലെ മദീനത്തെ ഇമാമിൻ്റെ സദസ്സിലും മസ്ജിദ് നബവി നിറഞ്ഞിരുന്നില്ല, മസ്ജിദുൽ ഹറാം നിറഞ്ഞിരുന്നില്ല, എല്ലാവരും അകലെ നിന്ന് കേൾക്കുകയായിരുന്നു. എന്നാലും ഈ ആഹ്വാനം ലോകമാസകലം കേൾക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നടന്നത്. അതുകൊണ്ട് മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ജുമഅ വരെ സ്റ്റോപ്പായി പോയി എന്ന് ആരും പറയരുത്. ഇല്ല, ജുമഅ നടന്നിട്ടുണ്ട്. പക്ഷേ ജനാവലി കൂട്ടത്തോടു കൂടി മസ്ജിദ് നബവിയിലേക്കും മസ്ജിദുൽ ഹറാമിലേക്കും വരുന്നത് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മസ്ജിദ് നബവിയുടെയും മസ്ജിദ് ഹറാമിൻ്റെയും പരിസരത്തിൽ വെച്ചിട്ട് എല്ലാവരും നമസ്കാരം നടത്തിയിട്ടുമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊന്നുമല്ല പ്രശ്നം ഇവിടെ അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണത്തിനെ നാം എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്, നാം എങ്ങനെയാണ് കാണേണ്ടത്, നാം എങ്ങനെയാണ് അതിൽ നിന്നിട്ട് പാഠം പഠിക്കേണ്ടത്, നാം ഏതു രൂപത്തിലാണ് അതിൽ നിന്നിട്ട് മോചിക്കാൻ പരിശ്രമിക്കേണ്ടത്. മക്ക ഇമാം പറയുകയുണ്ടായി ഖുതുബയുടെ സമാപനത്തിൽ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പല കാലഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ടായിരുന്നു, പക്ഷേ അത് നീണ്ടു നിൽക്കാറില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടുകൂടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം, പാശ്ചാത്തപിക്കുകയും ചെയ്യണം. എൻ്റെ കാലത്ത് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ എന്നെക്കുറിച്ച് പറയാണ്. എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കുന്നത്, അഥവാ നമസ്കാരം ജമാഅത്ത് പള്ളിയിൽ വെച്ചിട്ട് സ്റ്റോപ്പാവുക, ജുമയും സ്റ്റോപ്പാവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം കാണാണ്. എന്നതുപോലെ എൻ്റെ വയസ്സുള്ള എല്ലാവർക്കും അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത്രയും വലിയ വിപത്തിന് ഇരയാവുന്നവരിൽ ഞാൻ പെട്ടുപോയല്ലോ, എന്താണ് എൻ്റെ കാലക്കാരും ഞാനും ചെയ്തു കൂട്ടിയത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സന്മനസ്സുണ്ടാവണം. എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ അത് പ്രേരിപ്പിക്കണം എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, സാധാരണ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കേണ്ടതായ പ്രാർത്ഥനകൾ പെട്ടതാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതും അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിക്കുന്ന അത് ചെല്ലുന്നവർക്ക് പ്രയാസങ്ങൾ പെട്ടെന്ന് നീങ്ങിക്കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി മക്ക ഇമാം പറയുകയുണ്ടായി. അപ്രകാരം തന്നെ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, അതും ദിന്നൂനിൻ്റെ പ്രാർത്ഥന മറക്കാൻ പാടില്ല. അതും നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഏതൊരു മുസ്ലിം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു ഉത്തരം ചെയ്യാതിരിക്കുകയില്ല. കാരണം ആ പ്രാർത്ഥന മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞ മറുപടി എന്താണ്? ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. അദ്ദേഹത്തിന് നാം ഉടനെ തന്നെ മറുപടി നൽകുകയും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രയാസത്തിൽ നിന്നിട്ട് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥന നാം സദാ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് നാം സാധാരണ നിർബന്ധിത അവസ്ഥയിൽ പട്ടണത്തിലേക്ക് പോകേണ്ടി വരും, കാറ് കയറേണ്ടി വരും, വണ്ടി കയറേണ്ടി വരും, വാഹനം കയറേണ്ടി വരും, പലയിടങ്ങളിൽ സ്പർശിക്കും, പലയിടങ്ങളിൽ തൊടും, പോകുമ്പോൾ പലരുമായി സംസാരിക്കേണ്ടി വരും. അതേ ഇസ്ലാം അനുവദിച്ചതായ മുസാഫഹത്ത് വരെ പണ്ഡിതന്മാർ ഈ സന്ദർഭത്തിൽ മാറ്റിവെക്കണമെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അത് നാം നടപ്പാക്കേണ്ടതുമാണ്. അതേ സന്ദർഭത്തിൽ ആ ഇടകലകളിലൂടെ ഉണ്ടാകുന്നതായ പ്രയാസങ്ങളിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി നാം നടപ്പാക്കുക. അതിൽപ്പെട്ടതാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് രാവിലെയും വൈകുന്നേരവും 3 തവണ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ദിവസത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകുന്നതല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ ഇദാ ഹസബഹു അംറുൻ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് കുതിക്കും, നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ നമുക്കും പ്രയാസമുണ്ടാകുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് രാത്രി വേളയിൽ നമസ്കരിച്ചുകൊണ്ട്, അർദ്ധരാത്രിയിലുള്ള
ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് മറുപടി നൽകുമെന്ന റസൂലുള്ളാഹിയുടെ ആ സന്തോഷ വാർത്ത നാം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടേണ്ടതായ സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ആർദ്ധരാത്രിയിലൊക്കെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിൽ അസ്ഖാം പോലോത്തതായ പ്രാർത്ഥനകളും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ എന്നതുപോലെയുള്ളതായ ആഫിയത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് അള്ളാഹുവിനോട് ആശ്രയിക്കേണ്ടതുണ്ട്. അവനിലേക്ക് മടങ്ങലല്ലാതെ നമുക്ക് ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക എന്ന് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയാറുണ്ടല്ലോ. അള്ളാഹുലേക്കല്ലാതെ നമുക്ക് ആശ്രയമില്ല, അള്ളാഹുലേക്ക് മടങ്ങലല്ലാതെ നമുക്ക് രക്ഷയില്ല. നാം പേടിച്ചാലും അള്ളാഹിലേക്ക് ഓടണം, നാം ഭയപ്പെട്ടാലും അള്ളാഹിലേക്ക് ഓടണം, നമുക്ക് പ്രയാസമുണ്ടായാലും അള്ളാഹുലേക്ക് ഓടണം. നമുക്ക് അള്ളാഹു അല്ലാതെ ചോദിക്കാനില്ല, അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടുള്ളതല്ല. മക്ക ഇമാമും ഇന്ന് പറഞ്ഞതുപോലെ, മദീന ഇമാമും ഇന്ന് ഉണർത്തിയതുപോലെ നാം നമ്മുടെ ആദർശത്തെ ക്ലിയർ ആക്കുക. നമ്മുടെ ആദർശത്തിലുള്ള ആ വ്യതിയാനം എന്താണ് എന്നതൊക്കെ കണ്ടുപിടിച്ച് അത് ഖുർആനിലൂടെ സുന്നത്തിലൂടെ മനസ്സിലാക്കി, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ എന്നോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, ഷെട്ടുകളോടോ വസ്തുക്കളോടോ വ്യക്തികളോടോ ജിന്നുകളോടോ ബിംബങ്ങളോടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിർത്തണം. അവർക്ക് ആർക്കും തന്നെ നിങ്ങൾക്ക് ദോഷമോ ഗുണമോ ചെയ്യാനുള്ള കഴിവോ കെൽപ്പോ ഞാൻ കൊടുത്തിട്ടില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമല്ല. അത് എത്ര വലിയ ഒലിയായിരുന്നാലും, എത്ര വലിയ അവരെക്കാളും വലിയ നബിമാരായിരുന്നാലും മുർസലുകളായിരുന്നാലും അവരെല്ലാം ഓരോ പ്രയാസങ്ങളിലും എല്ലാ നബിമാരും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നതോടൊപ്പം അവരുടെ പ്രാർത്ഥന വരെ ഖുർആൻ പറയുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കേണ്ടത് എന്നോടാണ് എന്നല്ല പറഞ്ഞതോടൊപ്പം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്നത് വരേക്കും പഠിപ്പിച്ചു. നബിമാരെങ്ങനെ പ്രാർത്ഥിച്ചു എന്നതും പഠിപ്പിച്ചു. എല്ലാ പ്രയാസങ്ങളും വരുന്ന സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ അല്പം മുമ്പ് യൂനുസ് നബിയുടെ പ്രാർത്ഥനയെ കേൾപ്പിച്ചതുപോലെ അവരെല്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് നമ്മളോട് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം അവർ പ്രാർത്ഥിച്ചതായ ആ പ്രാർത്ഥനയിലൂടെ അവർക്ക് നേടിയതായ നേട്ടം നമുക്കും ഇന്നത്തെ കാലഘട്ടത്തിലും ഖിയാമത്ത് നാൾ വരേക്കും നേടിയെടുക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സംശയമേ ഇല്ല. കാരണം ഞാൻ ചോദിക്കുന്നത് കഴിവുള്ള കൽപ്പുള്ള മുഖ്തദിറായ ജബ്ബാറായ ഖഹാറായ ലോകത്തിനെ ഒരു വൈറസ് മുഖേന മാത്രം ഞെട്ടിപ്പിച്ച, ലോകത്തിനെ കിലിക്കിയ, ലോകത്തെ ആ സകലം അവരെ കൊണ്ടൊന്നും സാധിക്കില്ല, ഇതുവരെ ഞങ്ങളെ കൊണ്ട് മരുന്ന് കണ്ടുപിടിക്കാൻ അവരെ സാധിച്ചിട്ടില്ല എന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ വൻശക്തികളാണെന്ന് കൊട്ടിഘോഷിക്കുന്നതായ രാഷ്ട്രങ്ങളും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ വരെ പ്രഖ്യാപിക്കുന്നതായ ഗതികേട് നാം അവരിൽ നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കഴിവ് കേൾപ്പാണ് സത്യവിശ്വാസികളും ലോകമാസകലവും ഈ യുഗത്തിൽ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ റബ്ബിനെ മനസ്സിലാക്കി, ആ റബ്ബിൻ്റെ കഴിവ് കൽപ്പന മനസ്സിലാക്കി, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച്, ആ റബ്ബിനോട് മാത്രം കേണപേക്ഷിച്ച് അവനോട് പ്രാർത്ഥിക്കാനല്ലാതെ പാടുള്ളതല്ല എന്ന അവൻ്റെ കൽപ്പന ജീവിതത്തിൽ ഇനിമേലിൽ മരണം വരെ ഫിറ്റാക്കി യഥാർത്ഥ മുവഹിദായി, യഥാർത്ഥ തൗഹീദിൻ്റെ ഉടമയായി ജീവിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക. അതിനോടൊപ്പം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ജീവിതം പഠിച്ചുകൊണ്ട് അതിൽ അവർ കൊണ്ടുവന്നതായ ആ വിശാലമായ ആ മതത്തിൽ യാതൊരു കരിഞ്ചന്ത ചേർക്കാതെ ബിദ്അത്ത് കലർത്താതെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം പാടുപെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിന്നിൽ അണിനിരക്കല്ലാതെ നമുക്ക് നിർവാഹമില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട സുന്ദരമായ മാതൃകയുണ്ട്. ആർക്കാണ്? നിങ്ങളിൽ നിന്നിട്ട് അള്ളാഹുവിനെയും പരലോകത്തിനെയും ആഗ്രഹിക്കുന്ന, അള്ളാഹിൻ്റെ ലിഖാഇനെയും അഥവാ അള്ളാഹുവിനെ കാണണമല്ലോ, അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്നത് ഓർക്കുന്ന, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണം, അള്ളാഹുവിനെ കാണണം, അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അള്ളാഹ് ചോദിക്കും, അപ്പോൾ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും എന്നത് ഓർത്തുകൊണ്ട് ജീവിക്കുന്ന, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തുണ്ട്? റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട്. അങ്ങനെയുള്ള മാതൃക നാം കൃത്യമായി കൈക്കൊള്ളാൻ വേണ്ടി പാടുപെടുക. നാം ബിദ്അത്ത് തീരെ ഒഴിവാക്കുക. അഥവാ ദീനിലില്ലാത്തതായ എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇക്കാലഘട്ടത്തിൽ, അത് ദിക്റുകളിലാവട്ടെ, തസ്ബീഹുകളിലാവട്ടെ, തഹ്ലീലുകളിലാവട്ടെ, സലാത്തിൻ്റെ ശൈലികളിലാവട്ടെ, അപ്രകാരം തന്നെ ജന്മദിന ആഘോഷത്തിലൂടെയാവട്ടെ, മരണദിന ആഘോഷത്തിലൂടെയാവട്ടെ, ഖബർ കെട്ടിപ്പൊക്കലിലൂടെയാവട്ടെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലിലൂടെയാവട്ടെ, എന്തെല്ലാം തോന്നിവാസങ്ങൾ, എന്തെല്ലാം റസൂൽ കൊണ്ടുവരാത്ത, സഹാബാക്കൾ ചെയ്യാത്ത, താബിഈങ്ങൾ ചെയ്യാത്ത, മദ്ഹബിൻ്റെ ഇമാമുകൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം ഇവിടെ പല കാലഘട്ടങ്ങളിലായിട്ട് കടന്നുകൂടിയിട്ടുണ്ട്. അവകളോടെല്ലാം വിട വാങ്ങിയിട്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നാം എത്താൻ വേണ്ടി
തീരുമാനിച്ചാൽ, എല്ലാവരുമല്ലെങ്കിലും നല്ലൊരു ശതമാനമെങ്കിലും അതിന് ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും അള്ളാഹ് പറഞ്ഞതുപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പ്രയാസത്തെ ദൂരപ്പെടുത്തും. അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് പ്രയാസത്തെ ദൂരപ്പെടുത്താൻ ആരുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ ചോദ്യമുണ്ട്. ആ ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ നാം തളരുകയാണ്. അതെ, മറ്റാരെ കൊണ്ടും സാധിക്കുകയില്ല, അള്ളാഹിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് നമുക്ക് ഉറച്ച് പറയേണ്ടി വരുന്നു, ഉറച്ച് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു നിങ്ങൾക്ക് വല്ല പ്രയാസം നൽകിയാൽ, പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ അത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ അതിനെ മാറ്റുന്ന ആൾ ആരാണ്? ആ തന്നതായ റബ്ബ് മാത്രമാണ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അത് മാറ്റാൻ സാധിക്കുന്നതല്ല. അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ആ ഖൈറിനെ തടയുന്ന ശക്തിയോ വ്യക്തിയോ ലോകത്തിലില്ലതാനും. അങ്ങനെയുള്ള റബ്ബിൻ്റെ ബേക്കിൽ കൂടാനാണ് ഇന്ന് മക്ക ഇമാമു മദീന ഇമാമു ലോകത്തോട് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് നാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹിലേക്ക് മടങ്ങലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അത് നമ്മുടെ ദോഷത്തിൽ നിന്നിട്ട് നമുക്ക് ശുദ്ധീകരിക്കാനും ഈ പരീക്ഷണത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തു വെച്ചതായ ആ വിശാലമായ അനുഗ്രഹത്തിൻ്റെ കെട്ടി അത് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കി റസൂൽ പറഞ്ഞതുപോലെ അത് റഹ്മത്തുൽ, എൻ്റെ ഉമ്മത്തുകൾക്ക് റഹ്മത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഉമ്മത്തിന് റഹ്മത്തായ ഈ കൊറോണ, റഹ്മത്തായ താഊന്, റഹ്മത്തായ രോഗങ്ങൾ, റഹ്മത്തായ പരീക്ഷണങ്ങൾ അത് റഹ്മത്താവേണമെങ്കിൽ അള്ളാഹുവിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസവും ശരിക്ക് ക്ഷമ കൈകൊള്ളലും അള്ളാഹുവിൽ നിന്നിട്ട് കൂലി പ്രതീക്ഷിക്കലും ഈ നിബന്ധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുണ്ട്. ആ നിബന്ധന കൈകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു ലോക മുസ്ലിങ്ങളെ മോചിപ്പിക്കട്ടെ പെട്ടെന്ന്. അതിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നേടാനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാക്കി തരട്ടെ, മാർഗങ്ങൾ ഉണ്ടാക്കി തരട്ടെ. നമുക്ക് നമ്മുടെ പള്ളികളിലേക്ക് മടങ്ങുവാനും ജുമഅയും ജമാഅത്തും നമസ്കരിക്കുവാനും അല്ലാഹു പെട്ടെന്ന് തൗഫീഖ് നൽകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് ആസകലം നൽകുമാറാകട്ടെ. അതിലൂടെ ലോകത്തിലുള്ള മുസ്ലിങ്ങളല്ലാത്ത ഇതര മതസ്ഥർക്കെല്ലാം പാഠം പഠിച്ചുകൊണ്ട് അവർക്കെല്ലാം ഹിദായത്തിലേക്ക് ചെല്ലാൻ, സത്യം മനസ്സിലാക്കാൻ ഉള്ളതായ ചുറ്റുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅറാദ ബിലാദൽ ഹറമൈൻ വഅറാദ ഹുക്കാമ വഉലമാ ബിലാദൽ ഹറമൈൻ സൂഅൻ അല്ലാഹുമ്മ ഫഅശ്ഗിൽഹു ഫീ നഫ്സി വജഅൽ തദ്ബീറഹു യാ ഹയ്യു യാ ഖയ്യൂം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.